ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ റാഗി വെച്ചിട്ടൊരു അപ്പം പിന്നെ മുട്ടക്കറിയും. അപ്പോൾ നമുക്ക് കളറിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. നമുക്ക് സാധാരണ അപ്പം കഴിക്കുന്ന അതേ രുചിയിൽ തന്നെ കഴിക്കാം. പിന്നെ നമുക്ക് തലേന്ന് തന്നെ അരച്ച് വെക്കണമെന്നില്ല. 1 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു അപ്പം കൂടിയാണ്. 1 കപ്പ് റാഗി പൗഡറാണ് എടുത്തത്. അത് മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 കപ്പ് ആട്ടപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 3 ടേബിൾ സ്പൂണ് തേങ്ങ ചിരവിയതും 1 ഏലക്കയും അതും കൂടി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് ചോറും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ എൻ്റെ കയ്യിൽ ചോറില്ലാത്തതുകൊണ്ട് ഞാൻ അവിൽ 1 ടേബിൾ സ്പൂണ് വെള്ളത്തിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര, 1/2 ടീസ്പൂണ് ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ടേസ്റ്റ്, പിന്നെ ചൂടുവെള്ളം 1 കപ്പോളം ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിട്ട് എടുക്കുക. ഇനി നമുക്കിത് പൊങ്ങാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം വെച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഈ സമയം കൊണ്ട് കറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെഡിയാക്കാനുണ്ടെങ്കിൽ അങ്ങനെ റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് ഉള്ളി വഴറ്റി വെച്ചതായിരുന്നേ. ഒരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി വഴറ്റിയത് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മുട്ടക്കറി ആക്കുന്നതാണ്. അപ്പോൾ മുട്ടക്കറി ആക്കുമ്പോൾ നമുക്ക് ഉള്ളി നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണേ. ഈ ഒരു മുട്ടക്കറിക്ക് നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടണേ. പിന്നെ ഇതിലോട്ട് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവാപ്പൊടിയില്ലേ, അത് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ പ്രധാനമായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ എല്ലാം കൂടി ഒന്ന് ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. പിന്നെ ഇതിലോട്ട് നല്ല ചൂടുവെള്ളം തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഗ്രേവി വേണ്ട അളവിനനുസരിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് ഒന്ന് റോസ്റ്റ് പോലെ വേണ്ടതെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു മുട്ടക്കറി ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതെന്നെ കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല, ദോശൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്കിത് റോസ്റ്റ് പോലെ ആണെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് തിക്കായിട്ട് ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ മുട്ട പുഴുങ്ങിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട ഉടച്ചൊഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോൾ ഒരു മുട്ടൻ്റെ മഞ്ഞ കുക്കി വന്നിട്ട് അങ്ങ് അടിച്ചു മാറ്റിയിട്ടോ. അപ്പോൾ മുട്ട തൊലിക്കുന്ന കണ്ടപ്പോൾ അടുത്ത് വന്നിരുന്നപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ കൊടുത്തുട്ടോ. കുക്കി നമ്മൾ പൂച്ചക്കുട്ടിയാണ്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ തിളപ്പിക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. അത്രയേ ഉള്ളൂ. നല്ല അടിപൊളി മുട്ടക്കറിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കറി നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറുക്കിയെടുക്കുന്നെങ്കിൽ അങ്ങനെ എടുത്തോട്ടോ. അപ്പോൾ അപ്പായതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ലൂസാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മാവ് നോക്കാം. അപ്പോൾ മാവിത നന്നായിട്ട് തന്നെ പൊളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഒരു ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചട്ടിയോ അല്ലെങ്കിൽ ഒരു കടായോ അങ്ങനെ ഏതിലാണ് ചുടുന്നത് അങ്ങ് അടുപ്പിൽ വെക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആദ്യം എടുക്കണേ. ഇനി നമുക്ക് ഓരോ തവിയായിട്ട് കോരി ഒഴിച്ചിട്ട് അങ്ങ് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ കടായിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ അപ്പച്ചട്ടിയിലാണെങ്കിൽ വെളിച്ചെണ്ണ ഒന്നും ആവശ്യമില്ല. നമുക്ക് വേഗം ചുട്ടെടുക്കാം. അപ്പോൾ അപ്പത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ചുട്ടെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു തവി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുത്തു. പിന്നെ അത് ഇങ്ങനെ ഹോളോള് വരുന്ന സമയത്ത് ഇതുപോലെ മൂടി വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. പിന്നെ ഇതുപോലെ അങ്ങ് എടുക്കട്ടോ. നമ്മൾ സാധാരണ അപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെ കേട്ടോ. ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. സൈഡ് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാ അപ്പം ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിനും കിട്ടുന്നത്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അടുത്തതും കൂടി ഇതുപോലെ തന്നെ ചുട്ടിട്ട് അങ്ങ് എടുക്കട്ടോ. ഈ ഒരു അപ്പം റെസിപ്പിയാണ് നമുക്ക് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പിന്നെ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റിയൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഫീഡ്ബാക്കും കൂടി അറിയിക്കുക. പിന്നെ ഈ ഒരു അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യുക. പിന്നെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.